അലിബാബ ഷെയറുകൾ ഇടിഞ്ഞു, ലാഭം 67% കുറഞ്ഞു. അന്താരാഷ്ട്ര ഓയിൽ വില കുറയുന്നു. യുഎസും ഇസ്രായേലും ഇറാൻ യുദ്ധ ആശങ്കകൾ ലഘൂകരിക്കാൻ ശ്രമം. ആഗോള സമ്പദ്വ്യവസ്ഥാ പ്രവചനം. 2026 വളർച്ച കുറയും, പണപ്പെരുപ്പം കൂടും. സെൻസെക്സ് നിഫ്റ്റി റിക്കവർ. നിഫ്റ്റി 23,200 മുകളിൽ തുറന്നു. കേരളം 5 വർഷത്തിനിടെ 1 ലക്ഷം കോടിയിലധികം നിക്ഷേപം ആകർഷിച്ചു. വിഴിഞ്ഞം പോർട്ട് വികസന സാധ്യതകൾ ചർച്ച ചെയ്ത് ഗ്ലോബൽ കേരള ബിസിനസ് സമ്മിറ്റ്. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. വാർത്തകൾ വിശദമായി. അലിബാബ ഷെയറുകൾ ഇടിഞ്ഞു, ലാഭം 67% കുറഞ്ഞു. ചൈനീസ് ടെക് ഭീമൻ അലിബാബയുടെ ക്വാർട്ടർലി ലാഭം വൻതോതിൽ ഇടിഞ്ഞതോടെ ഷെയറുകൾ തകർന്നു. AI മേഖലയിലെ മത്സരവും ബാധിച്ചു. അന്താരാഷ്ട്ര ഓയിൽ വില കുറയുന്നു. യുഎസും ഇസ്രായേലും ഇറാൻ യുദ്ധ ആശങ്കകൾ ലഘൂകരിക്കാൻ ശ്രമം. മിഡിൽ ഈസ്റ്റ് യുദ്ധം തുടരുന്നതിനിടെ ട്രംപും നെതന്യാഹുവും ഊർജ്ജ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ബ്രെന്റ് ക്രൂഡ് വില $103 താഴ്ന്നു. ഇത് ഇന്ത്യൻ വിപണിയിലും സ്വാധീനം ചെലുത്തും. ആഗോള സമ്പദ്വ്യവസ്ഥാ പ്രവചനം. 2026 വളർച്ച കുറയും, പണപ്പെരുപ്പം കൂടും. മിഡിൽ ഈസ്റ്റ് സംഘർഷം കാരണം S&P ഗ്ലോബൽ റിപ്പോർട്ട് പ്രകാരം 2026 വളർച്ചാ പ്രവചനങ്ങൾ താഴ്ത്തി, ഇൻഫ്ലേഷൻ ഉയർത്തി. ഊർജ്ജവിലയും ജിയോ പൊളിറ്റിക്കൽ റിസ്ക്കും പ്രധാന ഘടകങ്ങൾ. സെൻസെക്സ് നിഫ്റ്റി റിക്കവർ. നിഫ്റ്റി 23,200 മുകളിൽ തുറന്നു. ഇന്നലെ 3% ഇടിവിനു ശേഷം ഇന്ന് ബൗണ്ട് ബാക്ക്. സെൻസെക്സ് 700+ പോയിന്റ് ഉയർന്ന് 75,000-നടുത്ത്. ക്രൂഡ് വില സ്ഥിരതയും ഗ്ലോബൽ സെന്റിമെന്റും സഹായിച്ചു. ഓഹരി ശുപാർശകൾ. ബെൽറൈസ് ഇൻഡസ്ട്രീസ്, ജയസ്വാൽ നെക്കോ ഇൻഡസ്ട്രീസ്. ബജാജ് ബ്രോക്കിംഗ് റിസർച്ച് മാർച്ച് 20 ഈ 2 സ്റ്റോക്കുകളെ ടോപ്പ് പിക്കായി നിർദ്ദേശിച്ചു. മെറ്റൽ ഓട്ടോ സെക്ടറുകളിൽ റിക്കവറി പ്രതീക്ഷ. FPIകൾ മാർച്ചിൽ $6.9 ബില്യൺ വിറ്റു. ക്രൂഡ് വില ഉയർച്ച ഭയം. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വൻതോതിൽ വിറ്റഴിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷവും ക്രൂഡ് വിലയും കാരണം മാർക്കറ്റ് വോളറ്റിലിറ്റി ഉയർന്നു. കേരളം 5 വർഷത്തിനിടെ 1 ലക്ഷം കോടിയിലധികം നിക്ഷേപം ആകർഷിച്ചു. വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞതനുസരിച്ച് ESG, ഹൈടെക് മാനുഫാക്ചറിംഗ് രംഗങ്ങളിൽ കേരളം വൻ മുന്നേറ്റം നടത്തി. ഇൻവെസ്റ്റ് കേരള സമ്മിറ്റുകളും പോളിസികളും സഹായിച്ചു. വിഴിഞ്ഞം പോർട്ട് വികസന സാധ്യതകൾ ചർച്ച ചെയ്ത് ഗ്ലോബൽ കേരള ബിസിനസ് സമ്മിറ്റ് മാർച്ച് 14 നടന്ന സമ്മിറ്റിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാമ്പത്തിക വ്യാവസായിക അവസരങ്ങൾ ഹൈലൈറ്റ് ചെയ്തു. ഭാവി കേരള വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് വിലയിരുത്തൽ. ഹെഡ്ലൈൻസ് അഗൈൻ. അന്താരാഷ്ട്ര ഓയിൽ വില കുറയുന്നു. യുഎസും ഇസ്രായേലും ഇറാൻ യുദ്ധ ആശങ്കകൾ ലഘൂകരിക്കാൻ ശ്രമം. ആഗോള സമ്പദ്വ്യവസ്ഥാ പ്രവചനം. 2026 വളർച്ച കുറയും, പണപ്പെരുപ്പം കൂടും. അലിബാബ ഷെയറുകൾ ഇടിഞ്ഞു, ലാഭം 67% കുറഞ്ഞു. സെൻസെക്സ് നിഫ്റ്റി റിക്കവർ. നിഫ്റ്റി 23,200 മുകളിൽ തുറന്നു. കേരളം 5 വർഷത്തിനിടെ 1 ലക്ഷം കോടിയിലധികം നിക്ഷേപം ആകർഷിച്ചു. വിഴിഞ്ഞം പോർട്ട് വികസന സാധ്യതകൾ ചർച്ച ചെയ്ത് ഗ്ലോബൽ കേരള ബിസിനസ് സമ്മിറ്റ്. ബിസിനസ് അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.